ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിങ്ങനെ ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പറ്റും. നോക്കിയാൽ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ പാസ്ത കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഓയിലും ഉപ്പും ചേർക്കണം. ഉപ്പ് ഓയിൽ ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വന്നവരെയും കുക്ക് ചെയ്യണം. 2 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് കുക്കറിലെ എയർ കളയണം. എയർ കളഞ്ഞതിന് ശേഷം പാസ്ത നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ഡ്രെയിനറിൽ ഇട്ടിട്ട് വെള്ളം സെപ്പറേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ നേരത്തെ ഓയിൽ ചേർന്നിട്ടുണ്ടായില്ലെങ്കിൽ ഇപ്പോഴായാലും ചേർത്താൽ മതി. ഓയിൽ ചേർക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ ഓയിൽ ചേർക്കണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിയുമ്പോൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ചേർക്കണം. എന്നിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തേക്കണം. എന്നിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മൈദ ചേർക്കണം. മൈദ എന്നിട്ട് കുറച്ചായിട്ട് ചേർക്കുമ്പോൾ കുറേ ഒരുമിച്ച് ചേർത്താൽ ലംസ് ഫോം ആവും. ലംസ് ആയിക്കഴിഞ്ഞാൽ നല്ല പ്രശ്നം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ലംസ് ചെറുതായിട്ട് ഫോമായി. ഇനി ലംസ് ഫോമായാൽ തന്നെ കുറച്ച് നല്ല ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ലംസ് പോയിക്കോളും. കുറച്ചായിട്ട് മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും. അപ്പം നിങ്ങൾക്ക് പാല് ചേർക്കാം. പിന്നെ നിങ്ങൾ ഈ സ്പൂൺ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് വിസ്ക് ഉപയോഗിക്കുന്നതാണ്. വിസ്ക് ഉപയോഗിക്കുമ്പോൾ ഈ ലംസ് ഫോം ആവാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്പൂൺ ഇങ്ങനെ 360 ഡിഗ്രിയിലായിരുന്നു മിക്സ് ചെയ്യേണ്ടത്. അപ്പം ലംസ് ഫോം ആവണ കുറയും. അത് കഴിയുമ്പോൾ ഞാനിങ്ങനെ കുറച്ചായിട്ട് മൈദ ചേർക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിയുമ്പോൾ കുറച്ച് കട്ടി കൺസിസ്റ്റൻസി ആവുമ്പോൾ അതിലേക്ക് പാല് ചേർക്കാം. നമുക്ക് പാല് ഇത്തിരി ആയിട്ട് ചേർക്കാൻ പാടില്ല. ഒരുമിച്ച് ഭയങ്കര ഇതായിട്ട് പാല് ചേർത്താൽ ഇതാവും, കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോവും. ഇത്തിരി ആയിട്ട് പാല് ചേർത്ത് മിക്സ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആവും. ക്രീമി കൺസിസ്റ്റൻസി ആവുമ്പോൾ ഇപ്പോഴായിരിക്കും ലംസ് ഫോം ആയെന്ന് മനസ്സിലാവാൻ പോണത്. അത് കഴിഞ്ഞിട്ട് പാലിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരുമ്പോൾ അപ്പം നമുക്ക് പാസ്ത ചേർക്കാം. പാസ്ത ചേർത്ത് കഴിയുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യണം. ഈ സ്റ്റെപ്പാകുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്തോളണം. ഇങ്ങനെ കുറേ നേരം നാം വെച്ചാൽ അടി പിടിക്കും. വേഗം തന്നെ മിക്സ് ചെയ്യണം. പിന്നെ ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പാടില്ല, സിമ്മിൽ വെച്ച് ചെയ്യണം. സിമ്മിൽ വെച്ചല്ല ചെയ്യണമെങ്കിൽ അടിയിൽ പിടിക്കും. അത് കഴിയുമ്പോൾ പാസ്ത ചേർത്തിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട സീസണിങ്സ് എല്ലാം ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പെപ്പറും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഒറിഗാനോ ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കും. പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പും പെപ്പറും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയാവും. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അഡീഷണലായിട്ട് വേണമെങ്കിൽ ചീസും ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആവും. ഇതുപോലത്തെ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ബൈ.